സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. മലപ്പുറം സോക്കർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന 1ാമത് മൈജി സോക്കർ ഫെസ്റ്റ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ തുടക്കമാകും. വൈകുന്നേരം 7:30 MSP LP സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ ജില്ലാ കളക്ടർ VR വിനോദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം സോക്കർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്തുള്ള ജനകീയ കൂട്ടായ്മയിൽ സംയുക്തമായിട്ട് മലപ്പുറത്ത് 13 വർഷത്തിന് ശേഷം ഒരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുകയാണ്. മലപ്പുറം നമ്മുടെ MSP സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ആ ഫുട്ബോൾ സംഘടിപ്പിക്കുന്നത്. 13 വർഷത്തിന് ശേഷമാണ് ഫുട്ബോൾ ടൂർണമെന്റ് ഇവിടെ വരുന്നത്. അതിന്റെ മെയിൻ സ്പോൺസർ ആയിട്ടുള്ളത് മൈജിയാണ്. അതുപോലെ 20 നാളെ മുതലാണ് ടൂർണമെന്റ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങളൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പത്രസമ്മേളനം സംഘടിപ്പിച്ചത്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഈറ്റില്ലവുമാണ്, പോറ്റില്ലോ. ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് മലപ്പുറം. മലപ്പുറം ബേസ് ചെയ്തിട്ട് കാലങ്ങളായി ഒരു ഫുട്ബോൾ ടൂർണമെന്റ് 11s ആയാലും 7s ആയാലും ഉണ്ടായിട്ടില്ല. അപ്പൊ അതാണ് സോക്കർ ക്ലബ് ഇങ്ങനൊരു സംരംഭത്തിലേക്ക് വരുന്നത്. ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കണം എന്നുള്ള ആലോചനയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് വലിയൊരു സോളർ സംഘം രൂപീകരിച്ചു. ആ സോളർ സംഘത്തിന്റെയൊക്കെ ചർച്ചയിലൂടെയാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നമ്മൾ മലപ്പുറത്ത് സംഘടിപ്പിക്കണം. ഇവിടുത്തെ ജനങ്ങളുടെ ഫുട്ബോളിനെ അത്രയധികം ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയും അതുപോലെ ഇവിടെയുള്ള നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയൊക്കെയാണ് ഇങ്ങനെ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. നീണ്ട 13 വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലാ ആസ്ഥാനമായ മലപ്പുറം വീണ്ടും ഒരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വേദിയാകുന്നത്. കർണാടക, തമിഴ്നാട്, ഗോവ എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾ ഉൾപ്പെടെ 24 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. 7500 പേർക്ക് കളി കാണാനുള്ള സൗകര്യമാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളും രാഷ്ട്രീയ, സാംസ്കാരിക, കായിക രംഗത്തെ പ്രമുഖ വ്യക്തികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. MSP LP സ്കൂൾ കെട്ടിട പുനർനിർമ്മാണ ഫണ്ട്, വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മലപ്പുറത്തെ അവശതയനുഭവിക്കുന്ന പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ ഉന്നമനം എന്നിവയ്ക്ക് വേണ്ടിയാണ് ടൂർണമെന്റിന്റെ ലാഭവിഹിതം ഉപയോഗിക്കുന്നത്. വൈകിട്ട് 8 മണിക്കാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. 60 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ആദ്യ മത്സരത്തിൽ AYC ഉച്ചാരക്കടവും ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിൽ ഏറ്റുമുട്ടും. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ PK കുഞ്ഞാൻ, PK അസ്ലു, സൂപ്പർ അഷ്റഫ്, MA ലത്തീഫ്, ഈസ്റ്റേൺ സലീം, ജാബീർ പറവത്ത്, KM അലവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.